ഇറാന്റെ തന്ത്രപ്രധാനമായ ബന്ദർ അബ്ബാസ് തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിൽ മരണസംഖ്യ 14 ഉയർന്നു. സ്ഫോടനത്തിൽ 750ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. തുറമുഖത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശമാണ് ഉണ്ടായത്. സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ബന്ദർ അബ്ബാസ് തുറമുഖത്തിന്റെ ഷഹീദി റജീ ഭാഗത്താണ് വൻ സ്ഫോടനമുണ്ടായത്. കണ്ടെയ്നർ ചരക്ക് നീക്കത്തിനുള്ള ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖമാണിത്. സംഭവത്തിൽ ഇറാൻ പ്രസിഡന്റാണ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ബന്ദർ അബ്ബാസ് തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കണ്ടെയ്നറുകളിൽ മിസൈലുകൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഉഗ്രസ്ഫോടനത്തിന് കാരണമായതെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. കണ്ടെയ്നറുകൾക്കുള്ളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനമെന്ന ഇറാൻ വക്താവ് ഹൊസൈൻ സഫാരിയും സൂചന നൽകിയിട്ടുണ്ട്. സ്ഫോടനത്തിന് ശേഷം തുടരുന്ന തീ കൂടുതൽ മേഖലയിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. നിരവധി പേരാണ് പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിനാൽ തന്നെ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. സ്ഫോടനത്തിന് പിന്നാലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. സ്ഫോടനത്തിൽ പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾക്കും സാരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രദേശം മുഴുവൻ ഗ്ലാസ് ചില്ലുകളും മനുഷ്യശരീരത്തിന്റെ അവശിഷ്ടങ്ങളും കൊണ്ട് ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. പരിക്കേറ്റവരുടെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായെന്നാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.